25 ലക്ഷത്തോളം രൂപ മുടക്കി പണിയുന്ന ഒരു പശുത്തൊഴുത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ കൊല്ലത്തുള്ള പുതിയൊരു ഫാമാണ് ഐറ ഫാം ലാൻഡ്. ഈ ഒരു ഷെഡിൻ്റെ ഒരു പണി നടക്കുന്നേ ഉള്ളൂ. ഒരു ഹൈടെക് ഫാമാണ്. ഏകദേശം ഒരു 100 അടി നീളം, ഒരു 10-30 അടി വീതി. അറ്റ് എ ടൈം നമുക്ക് ഇതിനകത്തൊരു 100ഓളം പോത്തുകൂടികൾ, അതുപോലെ തന്നെ 10-70 വലിയ പശുക്കളെല്ലാം നിർത്താൻ പറ്റുന്ന രീതിയിലാണ്, ഹൈടെക് രീതിയിലാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. ഫുൾ സ്പ്രിംഗ്ലിംഗ് സിസ്റ്റം, അതായത് ഷവർ സിസ്റ്റം, അതുപോലെ തന്നെ 2 സൈഡിലും പശുക്കൾക്ക് നിൽക്കുക, അതുപോലെ തന്നെ പുൽത്തൊട്ടി, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഫുൾ ടൈം 24 hours ഓട്ടോമാറ്റിക് വെള്ളം കിട്ടുന്ന രീതിയിൽ, അങ്ങനെ വളരെ മികച്ച രീതിയിലാണ് ഈ ഒരു ഫാം ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 20 അടി ഹൈറ്റിൽ തന്നെ, 20 അടിക്ക് മുകളിലാണ് ഹൈറ്റും കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ഉള്ള വലിയൊരു ഫാമിൻ്റെ ഷെഡാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത്. ഗ്യാസ് പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഷെഡാണ്. ഇത്രയും 25 ലക്ഷത്തിൽ മുകളിലാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊന്ന് നമുക്ക് കാണാം. നമ്മൾ ഈ ഒരു ഷെഡിനകത്തോട്ട് കയറുമ്പോൾ തന്നെ 2 സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയ ടാങ്കിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചവിട്ടിട്ട് വേണം അകത്തോട്ട് കയറാൻ. ഇത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയാണ്. അപ്പോൾ അത് കാലിലുള്ള അഴുക്കുകളൊന്നും അല്ലെന്നുള്ള ഇൻഫെക്ഷനൊന്നും പശുവിനും ഒന്നും വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം വലിയൊരു ഷെഡ്, ഒരു 100 അടി നീളം, അതുപോലെ തന്നെ 30 അടി വീതിയിൽ, അതുപോലെ തന്നെ 25 അടി ഹൈറ്റിലാണ് ഈ ഒരു ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത്. അറ്റ് എ ടൈം നമുക്കൊരു 10-100 പോത്തുകൾ, അതുപോലെ തന്നെ 10-70 പശുകൾ, ആ രീതിയിലാണ് ഒരു ഡയറി ഫാം എന്നുള്ള രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇപ്പോൾ ഒരു തുടക്കമായിട്ടൊരു പോത്തിനെ കുറച്ച് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം അടുത്ത ഒരു 10-15 ദിവസം കഴിയുമ്പോൾ പുതിയ പോത്തിൻ്റെ ലോഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇത് പോത്തിന് വേണ്ടി ഇത്രയും വലിയൊരു സെറ്റപ്പോ കാര്യങ്ങളോ ഈ ഒരു ഷെഡൊന്നും ഒരിക്കലും വರ್ತല്ല. കാരണം ഒരു 10-25 ലക്ഷം രൂപ തന്നെ ഈ ഒരു ഷെഡിന് വേണ്ടി അവർ മുടക്കിയിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് സെറ്റപ്പാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ആ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, അതുപോലെ തന്നെ തറ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ 2 പുൽത്തൊട്ടി, അതുപോലെ തന്നെ പുൽത്തൊട്ടിക്ക് നടക്കൂടെ നടക്കാനുള്ള സംവിധാനം, പിന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് സ്പ്രിംഗ്ലർ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് 24 hours വെള്ളം കിട്ടുന്ന ഡ്രിങ്കിങ് സിസ്റ്റം, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് നിലവിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 സൈഡിലും ഫേസ് ടു ഫേസ് ആയിട്ട് നമുക്ക് ഈ പശുവിനായാലും പോത്തിനായാലും നിൽക്കാൻ കഴിയും. അതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ അതിൻ്റെ മൂത്രമൊക്കെ പോകാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്, ചാണകം പോകാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ബയോഗ്യാസ് വലിയൊരു ബയോഗ്യാസ് പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റൂഫിൽ വീഴുന്ന വെള്ളമെല്ലാം തന്നെ ഒരു മഴവെള്ള സംഭരണി വലിയ തുറന്നും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ഈ ഒരു ഷെഡ്, അത്രയ്ക്ക് നല്ല മുടക്കിയിട്ടാണ് ഈ ഒരു ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും ഈ ഒരു ഷെഡെന്ന് പറയുമ്പോൾ നമുക്ക് ഭാവിയിൽ ഒരു 2 വർഷത്തിനുള്ളിൽ ഇവർ ഫുൾ ഇതിനകത്ത് പശുവിനെ കൊണ്ടുവന്നിട്ട് അതിനകത്തുനിന്ന് പാല്, അതുപോലെ തന്നെ പാലിൻ്റെ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ചെയ്തിട്ടൊരു ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാനുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഷെഡ് ചെയ്തിരിക്കുന്നത്. ഇത് മുമ്പോട്ടായാലും എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 50 ഏക്കറിനകത്താണ് ഈ ഒരു ഷെഡ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലമായിട്ട് കുറച്ച് പോത്തുകളെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഭാവിയിലപ്പം ഇനിയിപ്പോൾ ഒരു 2 വർഷത്തിനുള്ളിൽ ഫുള്ള് പശുക്കളായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ അത്രയും സ്ഥലത്ത് തന്നെ അവർ പുൽകൃഷിയും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും 25 ലക്ഷം രൂപ മുടക്കി ചെയ്യുമ്പോൾ ഒരിക്കലും അത് പോത്തിനെ കച്ചവടം ചെയ്തിട്ട് അത് കുറേ സമയം എടുക്കും, അത് റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുമ്പോൾ പശു ഹൈടെക് ഡയറി ഫാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതും നല്ല രീതിയിൽ അറിയാവുന്ന രീതിയിൽ നല്ല പശുക്കളെ എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഒത്തിരി താമസമില്ലാതെ നമുക്ക് തിരിച്ചു പിടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ അവർ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഈ വെള്ളം അല്ലെന്നുണ്ടെങ്കിൽ പശുവിൻ്റെ മൂത്രവും ചാണകമൊക്കെ വേണ്ടി സെപ്പറേറ്റ് ഒരു ചാണകക്കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഭാവിയിലാണെങ്കിലും അവിടെ ഒരു ചാണകം ഉണക്കിപ്പൊടിച്ച് പൗഡറാക്കി ചാക്കിനാക്കി അങ്ങനെ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ പാലിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ, നെയ്യ്, അതുപോലെ തന്നെ തൈര്, അങ്ങനെ കുറേ പനീർ, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തിട്ടാണ് ആദ്യം തന്നെ ഈ ഒരു ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഒരു 2 ലേബറുണ്ട്, ഒരു ഫാമിലിയായിട്ട്. അവർക്ക് വേണ്ടി ഒരു ഫാമിലി റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം പുല്ലരിയാനുള്ള മെഷീൻസ് കാര്യങ്ങളൊക്കെ. ഇതൊരു 70% മാത്രം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു 100% ആകുമ്പോൾ ഒരു 1 year കൊണ്ട് തന്നെ ഫുൾ സെറ്റ് ആവും. അപ്പോൾ ഇതുപോലുള്ള ഷെഡുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഹൈടെക് ഡയറി ഫാമിന് പറ്റിയ രീതിയിൽ. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് ഇങ്ങനെ ഒരു ഷെഡിൻ്റെ ആവശ്യമില്ല. കാരണം ഷെഡ് എന്ന് പറയുമ്പോൾ തന്നെ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വലിയ ലോ കോസ്റ്റിലാണ് അവിടുത്തെ ഷെഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഹൈടെക് ഡയറി ഫാം ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഷെഡുകളും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ കൂടുതൽ നിങ്ങളുടെ ഈ ഒരു ഷെഡ് കണ്ട് എന്താണ് അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോളൂ.